രാജ്യം നരേന്ദ്രമോദി ഭരണത്തിൽ വികസന കുതിപ്പിൽ മുന്നേറുകയാണ്. രാജ്യം വികസിക്കുമ്പോൾ കേരളവും വികസിക്കണം. ഇടതുവരുന്ന മുന്നണികൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം നോർത്ത് ജില്ലാ വികസന കേരളം പരിപാടി ആറ്റിങ്ങലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വികസിത ഭാരതം അത് നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ. അത് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി നമ്മുടെ നാടിനെ ഒരു പുതിയ ട്രജക്ടറിയിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു വികസിത കേരളം എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഒരു ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരമാണ് ബി.ജെ.പി. കേരളം മുമ്പോട്ട് വെക്കുന്ന ഈ വികസിത് കേരളത്തിൻ്റെ കാഴ്ചപ്പാട്. വികസിത് കേരളം എന്ന് പറഞ്ഞാൽ വികസിത് നോർത്ത് തിരുവനന്തപുരം, വികസിത് തിരുവനന്തപുരം സിറ്റി, വികസിത് തിരുവനന്തപുരം സൗത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. വികസനം ആണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ബി.ജെ.പിക്കുള്ളത്. 28 പേരെ അരംകൊല ചെയ്ത ഭീകരവാദികളെ ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പറയുന്നത് നരേന്ദ്രമോദിയുടെ വാക്കുകളാണെന്ന് മുരളീധരൻ മുന്നറിയിപ്പും നൽകി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അസന്നിഗ്ധമായിട്ട് ഒരു തരത്തിലുള്ള സംശയമില്ലാത്ത തരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഭീകരവാദികളിൽ ഒരാളെ പോലും വെറുതെ വിടുന്ന പ്രശ്നമില്ല. അവര് മുഴുവൻ ആളുകളെയും അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള ശിക്ഷ, ആ ശിക്ഷ അവർക്ക് ലഭിക്കും. ഇത് പറയുന്നത് വെറും വാക്ക് പറയുന്ന ഒരാളല്ല, നരേന്ദ്രമോദി പറയുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് വികസിത കേരളം ശ്രദ്ധേയമായി. ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ, ജില്ലയിലെ ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ വികസിത കേരളം കൺവെൻഷനിൽ ഭാഗമായി. തുടർന്ന് ബി.ജെ.പി. തിരുവനന്തപുരം നോർത്ത് ജില്ലാ മണ്ഡലം ഉപരി കാര്യകർത്താക്കളുടെ യോഗവും നടന്നു. ജനം, തിരുവനന്തപുരം.